തിരുസഭാ ചരിത്രത്തിൽ വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭ എന്ന ഖ്യാതിയോടെ കാർലോ അക്യുട്ടിസിനെ 2025 ഏപ്രിൽ അവസാന വാരത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കും. 2025 ജൂബിലി വർഷത്തിൽ ഏപ്രിൽ 25-27 ദിവസങ്ങളിലാണ് കൗമാരക്കാരുടെ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ വിശുദ്ധ പദവി പ്രഖ്യാപനം നടക്കുമെന്ന് കഴിഞ്ഞ ദിനം വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച സമ്മേളനത്തിൽ പാപ്പ വെളിപ്പെടുത്തി. ഇതോടൊപ്പം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനിടെ 24-ാം വയസ്സിൽ പോളിയോ ബാധിച്ചന്തരിച്ച ഇറ്റാലിയൻ യുവാവ് പിയർ ജോർജിയോ ഫ്രസാത്തിയെ ജൂലൈ 28-നും ഓഗസ്റ്റ് 3-നും ഇടയിൽ വിശുദ്ധനായി നാമകരണം ചെയ്യുമെന്നും പാപ്പ അറിയിച്ചു. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 3 വരെ തീയതികളിലാണ് യുവജന ദിനവുമായി ബന്ധപ്പെട്ട സംഗമം നടക്കുന്നത്. 1991 മെയ് 3-ന് ലണ്ടനിലായിരുന്നു കാർലോയുടെ ജനനം. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്നു കാർലോ. ലോകത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ബൃഹത്തായ ഓൺലൈൻ ശേഖരം തന്നെ നന്നേ ചെറിയ പ്രായത്തിനുള്ളിൽ കാർലോ സജ്ജീകരിച്ചിരുന്നു. 11 വയസ്സുള്ളപ്പോൾ ആരംഭിച്ച ഈ ഉദ്യമം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. നമ്മൾ ദിവ്യകാരുണ്യം എത്രയധികമായി സ്വീകരിക്കുന്നുവോ അത്രമാത്രം നാം യേശുവിനെ പോലെയാകുമെന്നും അങ്ങനെ ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ഉണ്ടാകുമെന്നും കാർലോ 11-ാമത്തെ വയസ്സിൽ കുറിച്ചു. കാർലോ ഒരുക്കിയ ദിവ്യകാരുണ്യ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം 5 ഭൂഖണ്ഡങ്ങളിലാണ് നടന്നിരിക്കുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിനും വിശ്വാസ നവീകരണത്തിനും ഇത് സഹായകരമായിട്ടുണ്ടെന്ന് നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.